ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് 1919-20 കാലഘട്ടത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. ഓർക്കുക, ഖിലാഫത്ത് പ്രസ്ഥാനം 1919. 20 എന്ന് പറയാൻ കാരണം 20-ലും ഇത് വ്യാപിച്ചിരുന്നു, 20-ലാണ് ശക്തി പ്രാപിച്ചത് എന്നോർത്തിരിക്കുക. ഇനി എന്താണ് ഖിലാഫത്ത്? ഖിലാഫത്ത് എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഖിലാഫത്ത് എന്ന് നമുക്ക് ഓർമ്മ വരുന്നില്ല അല്ലേ? നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് എന്ത് ഖിലാഫത്ത് എന്നുള്ളത്. എന്താണ് ഖിലാഫത്ത് എന്ന് ചോദിച്ചാൽ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി എന്ന രാജ്യം ബ്രിട്ടൻ്റെ എതിർചേരിയിലുണ്ടായിരുന്ന ജർമ്മനിയുടെ പക്ഷത്തായിരുന്നു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി എന്ന രാജ്യം ബ്രിട്ടൻ്റെ എതിർചേരിയിലായിരുന്ന ജർമ്മനിയുടെ പക്ഷത്തായിരുന്നു. തുർക്കിയിലെ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ഖലീഫ. തുർക്കി സുൽത്താനാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഖലീഫ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഖലീഫ ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനവിഭാഗങ്ങളുടെ ആത്മീയ നേതാവ്, ആത്മീയ പുരുഷനായിട്ട് അവർ കാണുന്ന വ്യക്തിയാണ് ആര്? ഖലീഫ എന്ന് പറയുന്നത്. അദ്ദേഹം ജർമ്മനിയുടെ പക്ഷത്താണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനി രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരെയും ബ്രിട്ടൻ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. എന്നാൽ ലോകരാഷ്ട്രങ്ങളിലെ ബ്രിട്ടൻ്റെ കോളനി രാജ്യങ്ങളായ രാഷ്ട്രങ്ങളിലെ മുസ്ലിങ്ങൾ ബ്രിട്ടന് വേണ്ടി ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ആത്മീയ പുരുഷനായിരുന്ന ആര്? ഖലീഫ ബ്രിട്ടൻ്റെ എതിർചേരിയിലാണ്. അപ്പോൾ ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്താൽ ഖലീഫയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് തുല്യമാകും എന്ന് അവർ ധരിച്ചു. അതുകൊണ്ട് അവർ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നു. അപ്പോൾ വലിയ ബഹുഭൂരിപക്ഷമുള്ള ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടും എന്ന തോന്നൽ ആർക്കുണ്ടായി? ബ്രിട്ടനുണ്ടായി. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു, ഇവരെല്ലാം യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ ചേരി ജയിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ തുർക്കിയും ജർമ്മനിയെല്ലാം പരാജയപ്പെടുകയാണെങ്കിൽ പോലും തുർക്കിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല. തുർക്കിക്ക് സ്വതന്ത്ര പദവി നൽകാം, ഖലീഫയ്ക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകാം എന്നെല്ലാം അവർ വാഗ്ദാനം ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇത് വിശ്വസിച്ചുകൊണ്ട് ബ്രിട്ടന് വേണ്ടി ലോക മുസ്ലിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധാനന്തരം ബ്രിട്ടനാണ് വിജയിച്ചത്, ബ്രിട്ടീഷ് ചേരിയാണ് വിജയിച്ചത്. എന്നാൽ ബ്രിട്ടൻ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല, ബ്രിട്ടൻ വാഗ്ദാനങ്ങൾ ലംഘിച്ചു. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഈ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്ന തുർക്കിയിലെ സുൽത്താനായ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കാനും ബ്രിട്ടൻ ശ്രമിച്ചു. അപ്പോൾ തങ്ങളുടെ ആത്മീയ പുരുഷനെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തി. ഇതോടൊപ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടനെതിരെ ആരംഭിച്ച പ്രതിഷേധ സംഘടനയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഖിലാഫത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ശരിയായ വസ്തുത. എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. നമുക്ക് ഇത്രയെങ്കിലും ഓർത്തിരിക്കുക, എന്താ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടനെതിരെ ആരംഭിച്ച സമരപ്രസ്ഥാനം അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? തുർക്കി സുൽത്താനായ ഖലീഫയെ അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമായിരുന്നു എന്തെന്ന് പറയുന്നത്? ഖിലാഫത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഖിലാഫത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ സ്ഥാപകർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. ഇവരാണ് അലി ബ്രദേഴ്സ് അഥവാ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത്. ആരാണ്? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. മറ്റൊരു വ്യക്തിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, മറ്റൊരു വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. കൂടാതെ ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാൻ എന്നിവരെല്ലാം ഇതിൻ്റെ സ്ഥാപക നേതാക്കളായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അലി ബ്രദേഴ്സിനെയും മൗലാന അബ്ദുൽ കലാം ആസാദിനെയുമാണ്. ഇതുകൂടാതെ ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാൻ എന്നീ നേതാക്കളും ഉണ്ടായിരുന്നു. എന്തിൻ്റെ രൂപീകരണത്തിൽ? ഖിലാഫത്തിൻ്റെ രൂപീകരണത്തിൽ എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ സംഘടനയോട് വളരെ അനുഭാവപൂർവ്വം തന്നെ പെരുമാറി വളരെ അനുകൂല സമീപനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്വീകരിച്ചത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. ഇതിൻ്റെ നേതാക്കൾ മുസ്ലിം ലീഗ് ആസ്ഥാനമായ ലക്നൌവിൽ യോഗം ചേർന്നു. ഒരു പൊതുസമ്മതനായ നേതാവ് ഖിലാഫത്തിന് വേണം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ഗാന്ധിജിയെ സമീപിച്ചു. ഓക്കെ, അപ്പോൾ ഖിലാഫത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ അവർ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടു. റൗലത്ത് ആക്ട് വിരുദ്ധ സത്യാഗ്രഹത്തിലൂടെ തന്നെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ഒരു അടിത്തറയൊരുങ്ങിയിരുന്നു. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ഇതൊരു വലിയ കാരണമാകും എന്ന് കരുതിയ ഗാന്ധിജി എന്ത് ചെയ്തു? അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. അപ്പോൾ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ ഗാന്ധിജിയാണ് എന്നോർത്തിരിക്കുക.
ഓക്കെ, അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഗാന്ധിജിയാണ്. അങ്ങനെ ഇതിൻ്റെ ഭാഗമായി 1919 നവംബർ 23 ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ വെച്ച് ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നു. അപ്പോൾ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഫസ്റ്റ് കോൺഫറൻസ് എവിടെയാണ്? ഡൽഹിയിലാണ്. എന്നാണ്? 1919 നവംബർ 23 എന്നോർത്തിരിക്കുക. അപ്പോൾ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ ആരാണെന്ന് ഓർത്തിരിക്കുക? ഗാന്ധിജിയാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രചരണാർത്ഥം നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുമെല്ലാമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് എന്നാണ്? 1920 5 തവണ ഗാന്ധിജി കേരളത്തിലെത്തിയിട്ടുണ്ട്. നമുക്ക് വഴിയെ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കും. അപ്പം 5 തവണ ഗാന്ധിജി കേരളത്തിലെത്തിയതിൽ ആദ്യമായി ഗാന്ധിജി കേരളത്തിലെത്തിയത് എന്നാണ്? 1920 എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്.